ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർ ട്രാവൽ വ്ളോഗ്സ്. നമ്മൾ ഒരു 1:30-2 മണി അടുപ്പിച്ച് തിരിച്ചു കയറി. ഇപ്പോൾ അതേ വീണ്ടും ഒരു 3 മണി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 1.5 മണിക്കൂർ അകത്തിരുന്നു. അയ്യോ, ഏറ്റവും കഠിനമായ വെയിൽ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു 3:30 ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ കുറയും. എന്തായാലും ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി. ഓക്കെ, ഇനി ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ വാഹനത്തിനകത്തിരുന്ന് ജ്യൂസ് കുടിക്കാൻ പറ്റുന്നൊരു സംവിധാനമുണ്ട്. ഓക്കെ, അങ്ങോട്ട് പോവാം. ഒരു ജ്യൂസ് വേൾഡ് പറ്റുകയാണ്. ഭയങ്കര വെറൈറ്റിയാണ്, ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. അങ്ങോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് കലാപരിപാടികളുണ്ട്. ഓക്കെ, ദിസ് ഇസ് ദ ജ്യൂസ് ജംഗ്ഷൻ. ഇവിടെ എല്ലാവരും വാഹനം ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് വാഹനത്തിലിരുന്നാണ് ജ്യൂസ് കുടിക്കുന്നത്. അവർ കൊണ്ടുതരും. അങ്ങനെ ജ്യൂസ് ജംഗ്ഷൻ്റെ ഫ്രണ്ടിൽ വാഹനം പാർക്ക് ചെയ്തിട്ടുമാണ്. ഇവിടെ ഇപ്പോൾ മാംഗോ ഫെസ്റ്റിവൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, ഇവിടെ കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടല്ലോ. ഓഹോ, ലോട്ട് ഓഫ് സ്നാക്സ്, സാൻഡ്വിച്ചസ്, പക്കോറാസ്, സമോസാസ്, പാവ് ഭാജി ബൺ. പിന്നെ ഇവിടെ കുറേ മാംഗോയുടെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട് മാംഗോ ഓറിയോ, മാംഗോ വാനില ഷേക്ക്, മാംഗോ മസ്തായി, ഫ്രഷ് മാംഗോ വിത്ത് ഐസ്ക്രീം, മാംഗോ ക്രീം, ഇത്രയും മാംഗോയുടെ ഐറ്റംസ് ഇപ്പോൾ ഉണ്ട്. തിക് ഷേക്സ് കുറേ ഉണ്ട്. മാംഗോ മസ്താനി, അപ്പോൾ അതിനകത്ത് എന്താ കാര്യങ്ങളൊക്കെ വരും? മാംഗോ പീസസ്, മാംഗോ ജ്യൂസ്, വാനില ഐസ്. ഓക്കെ, ഒരു മാംഗോ മസ്താനി ആകാം. പിന്നെ എന്തൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം ഒരു മാംഗോ മസ്താനി പറയാം. ഓ, എല്ലാം ഉണ്ട് കേട്ടോ. ആപ്പിൾ, കസ്റ്റർഡ് ആപ്പിൾ, ജാക്ക് ഫ്രൂട്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഓർഡർ കൊടുത്തിട്ട് കാറിൽ പോയിരിക്കുന്നു. അവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ, താങ്ക് യു. ഇതാണ് പരിപാടി. ഇവിടെ എല്ലാ കാരണത്തും ആൾക്കാർ ഇരിക്കുന്നുണ്ട്. കപ്പിളായിട്ട്, ഫ്രണ്ട്സായിട്ട് എല്ലാം വന്ന് എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷേ ഇതിൻ്റെ കൂടെ സാധാരണ അവരെല്ലാം ജ്യൂസ് വിത്ത് പാവ് ഭാജി, നല്ല പാവ് ഭാജിയാണെന്ന് തോന്നുന്നു. ഞാനൊരു മാംഗോ മസ്താനി പറഞ്ഞിട്ടിരിക്കുന്ന അവസ്ഥത്തിലിരിക്കുന്നു. ഇത് കളയും, എന്തായാലും കളയും. തിക് ജ്യൂസ് എന്താ എങ്ങനെ കഴിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിൽ കട്ട് മാംഗോ പീസസ് ഉണ്ട്, മാംഗോയുടെ ചാറുണ്ട്, ആൻഡ് വാനില ഐസ്ക്രീം ടോപ്പ് ചെയ്തിരിക്കുന്നത്. ആഹാ, നല്ല തണുപ്പിച്ച്. ഞാനിത് ഓളമാക്കും. മര്യാദയ്ക്കൊരു ജ്യൂസ് പറഞ്ഞാൽ മതി. മാംഗോ വാനില ഷേക്ക് ഉണ്ട്. അയ്യോ, മാംഗോയുടെ പാനിപൂരി ഉണ്ട് കേട്ടോ. അത് ട്രൈ ചെയ്യണമായിരുന്നു. എന്നെ പറ്റില്ല, ഇറ്റ് വിൽ ബി ഹെവി. പാവ് ഭാജി എന്നല്ലാണ്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ലല്ലോ. ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് ഇനി കിടക്കുന്നേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ. യമ്മി. ഇത് കുറച്ച് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ ഇത് ഫുൾ എൻ്റെ സാരിയിലാകും. ഓരോ ഭയങ്കര ലക്ഷറി കാറുകളിലൊക്കെയാണ് ആൾക്കാർ ഇവിടെ വന്നിട്ട് പാർക്ക് ചെയ്ത്. നല്ല സിസ്റ്റം. ഈ സത്യം പറഞ്ഞ ഒരു ജംഗ്ഷൻ പോയിന്റിലാണ്, നല്ല തിരക്ക് പിടിച്ച റോഡിൻ്റെ നടുക്ക്. പക്ഷേ ഇവർക്ക് ഇവിടെ ഒരു 10 കാറെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ മാറി മാറി വാഹനങ്ങൾ വന്നിട്ട് സുഖം. ഇങ്ങനെ ലേഡീസാണ് ഓർഡർ എടുക്കാൻ വരുന്നതും പൈസ ബില്ല് കൊണ്ടുവരുന്നതും കൊണ്ടുതരുന്നതും. സിസ്റ്റം കൊള്ളാം, നൈസ്. അങ്ങനെ മാമ്പഴക്കാലം ആഘോഷിക്കുന്നു. ഓക്കെ, പതുക്കെ കഴിക്കാം. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുരന്ന് കുറച്ച് കൊണ്ടുവരാം. യാ, അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിനെ കുറച്ചകത്തേക്ക് തള്ളി വെച്ചു. ഇതുവരെ ഞാൻ പീസ് എടുത്ത് തുടങ്ങിയില്ല. നോ മൈ ഗോഡ്, ചെറിയ തള്ളി താഴെ ഇടാൻ പോണു. എന്താ പുതിന ലീഫ്. യാ, ഒരു പീസ് കിട്ടി. നൈസ്. നല്ല മാങ്ങ. ഇതൊക്കെ എനിക്ക് എത്ര ടേസ്റ്റ് ചെയ്താലും സന്തോഷമുള്ള കാര്യമാണ്. സ്വീറ്റ്സ് ആൻഡ് ഡിസേർട്ട്സ് അടിപൊളി. താങ്ക് യു. അങ്ങനെ നല്ല മിൽക്ക് ഷേക്കെല്ലാം വാഹനത്തിലിരുന്ന് കുടിച്ചിട്ട് ജസ്റ്റ് ഗോയിങ് ഫോർവേഡ്. ഇനി പോകുന്നത് സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ്, ഒരു മോണ്യുമെൻറ്റ് പോലൊരു സംഭവമാണ്. നമ്മുടെ നാട്ടിലെ വയനാട് ആ ഭാഗത്തുള്ള സുൽത്താൻ ബത്തേരി അല്ല, ദിസ് ഇസ് മാംഗ്ലൂർ സുൽത്താൻ ബത്തേരി. അവിടെ പോയി അത് കാണാം. അതിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിൽ നല്ല ട്രാഫിക് ബ്ലോക്ക്.
അത്യാവശ്യം വെയിലുമുണ്ട്, കുഴപ്പമില്ല. ഇതാണ് ബോളൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. സുൽത്താൻ ബത്തേരി തണ്ണീർബാവി ഫെറി ബോട്ട് സർവീസിൻ്റെ ഫ്രണ്ടിലെത്തി. ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്താൽ ബോട്ടിൽ കയറി പോകാം. ഒരാൾക്ക് 40 റുപ്പീസാണ് ടിക്കറ്റ് റേറ്റ്. ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വെയിലത്ത് കുട്ടികൾ കളിക്കുന്നുണ്ട്. ഷെയ്ഡെത്തി. ഞാൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. 40 റുപ്പീസ് പെർ പേഴ്സൺ. 2 വേ. 1 വേ 20. അപ്പോൾ 1 വേ എന്തിനാ? തിരിച്ചെങ്ങനെ വരും? 2 വേ വേണ്ടേ? ഒരു 5 മിനിറ്റിൽ ബോട്ട് വരുന്ന പറഞ്ഞേ. തണ്ണീർബാവി ബീച്ചിലേക്കാണ് ബോട്ടിൽ വേണമെങ്കിൽ കൊണ്ടുപോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റിവറിലൂടെ നമ്മൾ സഞ്ചരിക്കും. ദിസ് ഇസ് നൈസ്. നല്ല കാറ്റ്. വെയിലുണ്ടെങ്കിൽ നല്ല കാറ്റുണ്ട്. 4 o'clock ആയി കേട്ടോ. എന്നിട്ടാണ് ഈ ഒരു ഭയങ്കര, ഇപ്പോൾ നല്ല സമ്മറല്ലേ, പീക്ക് സമ്മർ. ആ ഭാഗത്തൊക്കെ ബോട്ട്സൊക്കെ കിടക്കുന്നു. ഇത് തണ്ണീർബാവി റിവർ ഏരിയയാണ്. ഇവിടുന്ന് നേരെ ബീച്ചിലേക്കാണ് പോണത്. അത് കഴിഞ്ഞാൽ നേരെ ബീച്ച് വരെ കൊണ്ടുപോകുന്ന ഫെറി സർവീസാണ്. ബോട്ടിലാണ് നമ്മൾ പോകാൻ പോണത്. ബോട്ട് ഇസ് കമ്മിങ്. അപ്പം നമ്മളിപ്പോൾ വന്ന സ്ഥലമാണ് സുൽത്താൻ ബത്തേരി. ഇവിടെയാണ് വാച്ച് ടവർ ഉള്ളത്. ഞാൻ ആ വാച്ച് ടവർ കയറിയില്ല, നേരെ സ്കിപ്പ് ചെയ്ത് ഇങ്ങോട്ട് വന്നു. ഇത് ഗുരുപുര റിവർ എന്നാണ് ഈ റിവറിൻ്റെ പേര്. ഇവിടെ നിന്നാണ് നേരെ ആ സീയുടെ ഭാഗത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഫെറി സർവീസ് എടുക്കുന്നു ബോട്ടിൽ. ഗുരുപുര റിവറിൽ നിന്ന് സഞ്ചരിച്ച് ഗുരുപുര റിവർ, എന്നിട്ട് നേരെ തണ്ണീർബാവി ബീച്ചിലേക്കാണ് പോകുന്നത്. തണ്ണീർബാവി ബീച്ച്. അവിടെ പോയി ഇറങ്ങിയിട്ട് അതിനാണ് ഈ ആൾക്കാരെല്ലാം വരുന്നത്. എന്നിട്ട് തിരിച്ച് വരും. ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങി. യെസ്, ഇത് എന്തായാലും റൂഫൊക്കെ ഉള്ള ബോട്ടായതുകൊണ്ട് വെയിലൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ബാംഗ്ലൂരിലെ പല പല ആക്ടിവിറ്റീസുകളിൽ ഒന്നാണിത്. ഇങ്ങനൊരു സ്ഥലമുണ്ട്. ഇവിടെ ഇങ്ങനൊരു ബോട്ട് റൈഡ്, ഒരു ഫെറി റൈഡ് ഉണ്ട്. ഒരു ചെറിയ റിവർ ക്രോസിംഗ് ആണ് കേട്ടോ. ആ കരയിൽ നിന്നും മറ്റേ കരയിലേക്ക് പോണത്, അത്രേ ഉള്ളൂ. പക്ഷേ ഈ പാലം വന്നു കഴിയുമ്പോഴേ അതിൻ്റെ ഈ ബോട്ട് സർവീസും ഫെറി സർവീസൊക്കെ നിൽക്കും. അതുകൊണ്ട് നേരെ അപ്പുറം കാണുന്നത് ബീച്ചാണ്, അതായത് സീ ആണ്. ഇത് ഒരു റിവർ, അതൊരു സീ. ഈ റിവർ ചെന്ന് അവസാനിക്കുന്ന ആ സീയിലേക്കാണ്. ട്രിവാൻഡ്രത്ത് പൂവാറും കോവളം ബീച്ചൊക്കെ വരുന്ന പോലെ അങ്ങനത്തെ ഒരു സംഭവമാണ്. അത്രയേ ഉള്ളൂ. ആ കരയിൽ നിന്ന് ഈ കരയിൽ കൊണ്ടുപോകും. അതായത് അപ്പുറത്തെ കരയിൽ നിന്ന് ഇപ്പുറത്തെ കരയിലേക്ക് എത്തിക്കഴിഞ്ഞു. റിവർ ക്രോസിംഗ് അതാണ് ഇപ്പോൾ നടന്നത്. ഇനി തിരിച്ചു പോകാനുള്ള ആൾക്കാർ അതുവഴി ഇനി ഈ ബോട്ട് തിരിച്ചു പോകുമ്പോൾ അതിൽ കയറി പോകും. നമ്മളും തിരിച്ച് ബോട്ടിൽ തിരിച്ചു പോകാൻ സമയമാകുമ്പോൾ പോവാം. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ദാറ്റ് സൈഡ്. ഇതിപ്പോൾ നമ്മൾ നടന്ന് നേരെ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകാൻ പോകുന്നു. ഞാൻ ഈ തിരക്ക് കുറയാനായിട്ട് ഏറ്റവും അവസാനമാണ് കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ. ഇതാണ് ഇവർക്ക് ആകെപ്പാടെ ഉള്ള കുറച്ച് ഏരിയാസാണ്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ ജ്യൂസ് ആയിട്ട് എന്തൊക്കെയോ വരും, സ്നാക്സ്. നമ്മുടെ നാട്ടിൽ ഇതിനെക്കാട്ടി ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ, പക്ഷെ ഇത് ഇവരുടെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളാണ്. പോകുന്ന വഴിക്ക് ഒരു പള്ളിയും കണ്ടു. ഇത് ആക്ച്വലി ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. ഇവിടെ ടോഡി ഷോപ്സ്, ഈ സൈഡിൽ ലോക്കൽ ഫുഡൊക്കെ കൊടുക്കുന്ന ഫിഷ് ഐറ്റംസൊക്കെ. ബീച്ച് സൈഡാണ്. തണ്ണീർബാവി ബീച്ചിൻ്റെ പോകുന്ന വഴിയല്ലേ, എല്ലാം ടോഡി അവൈലബിൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ സീ ഫുഡ്സും. ഇതൊക്കെ റെസ്റ്റോ കഫേസൊക്കെയാണ് കേട്ടോ. ഇത് മുഴുവൻ, ഈ റോഡ് മുഴുവൻ അതാണ്. നമ്മുടെ ഈ കോവളം സൈഡിലൊക്കെ പോകുന്നത് അത്രയും വലുതല്ല എങ്കിലും അവരുടെ പരിമിതമായ സംഭവത്തിൽ ചെറുമുറി, ബോയിൽഡ് എഗ് ചെറുമുറി, അങ്ങനെ പല കാര്യങ്ങൾ കിട്ടും. പിക്കിൾഡ്, പിന്നെ എന്താ പറയുക, പലതരം മാങ്ങ പിക്കിൾ ചെയ്തത്, അല്ലാതെ ഫ്രഷ് കട്ട്സ്, പൈനാപ്പിൾ. തണ്ണീർബാവി ബീച്ചിൻ്റെ ഇൻഫർമേഷൻ ബോർഡ് കണ്ടോ. ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ലേ ഔട്ട് ഓഫ് തണ്ണീർബാവി ബീച്ചിൻ്റെ ലേ ഔട്ട്. ഇവിടെ കടലിൽ ഇറങ്ങാൻ പറ്റുന്ന ഏരിയാസ്, ലോ ടൈഡ് ലൈന്, ഹൈ ടൈഡ് എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചത് കോളമാണെന്ന്, ഒരു ഭംഗിയില്ലാത്ത ഏരിയ എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, ഈ ബീച്ച് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സംവിധാനമാണ്. ഫുഡ് കൗണ്ടേഴ്സ്,
നല്ല തണല്, ഇരിക്കാനുള്ള ഏരിയാസ്, ജ്യൂസ് കൗണ്ടേഴ്സ്, ഫുഡ് കൗണ്ടേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്തു തരും. ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. ഇത് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഇച്ചിരി വെയിൽ കഴിഞ്ഞാൽ ഒരു 5 മണിക്ക് ശേഷമാണെങ്കിൽ സർഫിങ് അത് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന കുറേ ഏരിയാസ് ഉണ്ട് ഈ ബീച്ചിൽ. അതിങ്ങനെ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതനുസരിച്ചിട്ട് ആൾക്കാർ പോകുന്നു. നല്ലൊരു പൈൻ ഫോറസ്റ്റ്. ഓ നോ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഈ ബീച്ചിൽ വെച്ച് ചെരുപ്പൊന്നും ഇട്ടിട്ടല്ല കേട്ടോ വന്നത്. ഞാൻ അത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്ര ബ്യൂട്ടിഫുൾ ഒരു ബീച്ച്. തണ്ണീർ ഭാവി BHAVI ആണ്, തണ്ണീർ ഭാവി ബ്ലൂ ഫ്ലാഗ് ബീച്ച്, മംഗളൂരു. ഇത് ഭയങ്കര നല്ല ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിദേശ രാജ്യത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ ചില ബീച്ചസ് നമ്മൾ കാണാറുണ്ട്. ഏതാണ്ട് ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സർഫിംഗ് ബോട്ട്സ് ഉണ്ട്, പിന്നെ അത് കണ്ടില്ലേ അവിടെ ഹട്ട്സ് ഉണ്ട്, നല്ലൊരു പൈൻ ട്രീസിൻ്റെ ഒരു ഏരിയ ഉണ്ട്, ഇരിക്കാനുള്ള സംവിധാനം, നോക്കാനുള്ള സംവിധാനം. ഇവിടെ ഫുൾ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്, സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്, അതിനുള്ള ഗാർഡ്സ് ഉണ്ട്. വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റ ലിറ്ററിങ് ഇവിടെ ഇല്ല കേട്ടോ. ലിറ്റേഴ്സൊക്കെ ക്ലിയർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നല്ലത് കേട്ടോ. നല്ല സാൻഡും നല്ല ബ്ലൂ സീയും ഒക്കെയാണ്. പക്ഷേ ഇത് ഇപ്പോൾ വെയിലുള്ളതുകൊണ്ടാണ് ആ ഒരു കറക്റ്റ് അറിയാൻ പറ്റാത്തത്. കുറച്ച് വെയിൽ കുറഞ്ഞാൽ നമുക്ക് ശരിക്കും കാണാം. അവിടെ എവിടെയെങ്കിലും നമുക്ക് തണലുള്ള സ്ഥലത്ത് ഇപ്പോൾ തൽക്കാലം പോയിരിക്കാം. ഓക്കെ, എനിക്കൊരു ഷെയ്ഡുള്ള സ്ഥലം കിട്ടിയിരിക്കാം. ഇത് മരങ്ങളും ഇങ്ങനെ അവിടെ മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് നോക്കുക. ആൾ കൂടിക്കൂട്ടേ ഇരിക്കുന്നു ബീച്ചിൽ. അതായത് ഇപ്പോൾ സമയം 5:30 ഒക്കെ ആയിട്ടുണ്ടാകും. ഒരു 1 hour കൂടി എടുക്കും എന്തായാലും സൺസെറ്റ് ആകാൻ. നോക്കിയേ, എന്തോരാളാ ബീച്ചിൽ. വെരി നൈസ്, എല്ലാവരും എൻജോയ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രിസ്റ്റൈൻ ബീച്ച്. ഇവിടെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിലും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നോക്കിയേ, അവിടെയൊക്കെ ഹട്ട്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ഇരിക്കാനുള്ള ഭാഗങ്ങൾ. നേരെ പോയാൽ അവിടെ ഫുഡ് ജോയിൻസ് ഒക്കെ ഉണ്ട്. നല്ല നീറ്റല്ലേ. എല്ലാ ഫുഡ് ജോയിൻസും ഓപ്പണായി. ഇവിടെ ഐസ്ക്രീം, ഇവിടെ ജ്യൂസ്, ഇരിക്കാം, ഭക്ഷണമൊക്കെ മേടിച്ചിട്ട് ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഇരുന്ന് കഴിക്കാം. ഓക്കെ, സോ നൈസ്. അവിടെ കുളിക്കാനും എന്താ പറയുക, ബീച്ചിൽ പോയിട്ട് വന്നിട്ട് പിന്നെ ചേഞ്ച് ചെയ്യാനും എല്ലാത്തിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇത് വാച്ച് ടവർ. അത് സുൽത്താൻ ബത്തേരി എഴുതിയിരിക്കുന്നത്. 600 meters via ferry ride. Batheri means cannon. Spectacular backwaters of river Falguni and iconic watchtower constructed by Emperor Tipu Sultan. ഒരു ഫോർട്ട് പോലെയാണ് വാച്ച് ടവർ ഇരിക്കുന്നത്. ഫോറിൻ ഇൻവേഡേഴ്സ് സീ വഴി ഇങ്ങോട്ട് കയറാണ്ടിരിക്കാനാണ് ആ വാച്ച് ടവർ വെച്ചിരിക്കുന്നത്. അത് പോകേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ വന്ന വഴിക്കാണത്. നമ്മൾ ബോട്ട് ജെട്ടിയുടെ സൈഡിലായിട്ട് വരും. ഇവിടുത്തെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞത് തിരിച്ച് ഫെറി കയറാൻ പോവുകയാണേ. ഒരു കോണും കൂടി വരും. ഐസ്ക്രീമും കഴിച്ച് നമ്മളൊന്നും കഴിച്ചില്ലാതെ വേണ്ട ഇവിടെ വന്നിട്ട്. കുറച്ച് ദൂരം നടന്നാലും ഫെറിയുടെ അവിടെ എത്തും. ബീച്ചിന് വേണ്ടിയിട്ടുള്ള ലോക്കൽ ഫുഡ്സാണ് എല്ലാം. നമ്മുടെ റിവർ ക്രോസിങ് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇവിടെ നിന്നാണ് അങ്ങോട്ട് കയറിയത്. അവിടെ നിന്ന് ഇപ്പോഴേ തിരിച്ചു വിടും. ഹാർഡ്ലി 7 minutes 10 minute പോലും വേണ്ട. ഇപ്പോൾ വെയിലിങ്ങനെ കുറഞ്ഞ് വരുന്നു. അതിനനുസരിച്ചൊരു മൂഡ് മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ 100-150 പേര് വീണ്ടും പോകുന്നു. ഇത്ര ആൾക്കാരെ ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. വീണ്ടും നമ്മൾ ആ മോണുമെൻറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു. ദ വാച്ച് ടവർ, ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയ വാച്ച് ടവർ. വളരെ പൗരാണികമായ 18th century ആ സമയത്ത്. ഇതാണ് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ഈ ഒരു കോട്ട. ഓക്കെ, ഇത് കോട്ടയല്ല, കോട്ട പോലെ ഇരിക്കുന്നു. ഇറ്റ്സ് എ വാച്ച് ടവർ. ഇത് അടച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് മേളിൽ കയറി നോക്കാം. നല്ല പെനോറമിക് വ്യൂ ആണെന്ന് പറയുന്നത്. അവിടെ നോക്കുമ്പോൾ ആ റിവറിൻ്റെ എല്ലാം നല്ല ഭംഗിയുള്ള വ്യൂ കിട്ടും. ഇത് പഴയ കാലത്ത് 18ാം നൂറ്റാണ്ടാണെന്ന് തോന്നുന്നു. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ്. ഈ റിവറൊക്കെ ക്രോസ് ചെയ്ത് ശത്രുക്കൾ വരാതിരിക്കാൻ ബ്രിട്ടീഷ് സൈന്യമൊന്നും വന്ന്. ഇതൊരു വളരെ സെൻസിറ്റീവ് പോയിൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ക്യാനൻസ്, ഈ ബാറ്ററി, സുൽത്താൻ ബാറ്ററി എന്നാണ് പറയുന്നത്. വളരെ ക്യാനൻസ്, ഈ പീരങ്കികൾ വെക്കാനായിട്ടുള്ള പോയിൻറ്റ്സൊക്കെ വെച്ചിട്ട് സംരക്ഷണത്തിനുണ്ടാക്കിയതാണ്. ഇതിപ്പോൾ ആർക്കിയോളജിക്കൽ സൈറ്റ് മാത്രമാണ്, സംരക്ഷിത സ്മാരകം. ഇവിടെ പടിക്കെട്ട് കയറി മുകളിലേക്ക് പോകാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മംഗളൂരു, വൺ ഓഫ് ദ പ്രോമിനൻറ്റ് കോസ്റ്റൽ സിറ്റീസ് ഇൻ ഇന്ത്യ, had been an important port town right from the early historic times till its occupation by British in 1799. അതോടുകൂടിയാണ്
കുറേ രാജഭരണമൊക്കെ പോയിട്ട് had been the capital of the Alupa kingdom during the 7th 8th century. പിന്നെ കുലശേഖര അലുപേന്ദ്ര ഇത് ക്യാപിറ്റലാക്കിയിരുന്നു. ഹോയ്സലാസ് കുറച്ച് കാലം ഇവിടെ ഭരിച്ചിരുന്നു. പിന്നെ വിജയനഗർ എംപയറിൻ്റെ പാർട്ടായിട്ട് മാറി. പിന്നെ കുറച്ച് കഴിഞ്ഞ് പോർച്ചുഗീസുകാർ മംഗളൂരുവിനെ എടുത്തു, അവരുടെ അധീനതയിലായി. അത് കഴിഞ്ഞ് കുറേ ട്രീറ്റീസൊക്കെ സൈൻ ചെയ്തിട്ടാണ് അവർക്കൊരു ഫാക്ടറി ഇവിടെ മംഗളൂർ തുടങ്ങാനായിട്ട് പോർച്ചുഗീസുകാർക്ക് അനുവാദം കിട്ടിയത്. 18th സെഞ്ച്വറിയുടെ ആദ്യ ഭാഗത്ത് നായക്സ് വന്നിട്ട് പോർച്ചുഗീസുകാരെ ഓടിച്ചു വിട്ടു. ഹൈദരാലി 1763 മംഗളൂരു ക്യാപ്ചർ ചെയ്തു, എന്നിട്ടൊരു ഡോക്ക് യാർഡ് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ലേറ്റർ ഓൺ മംഗളൂരു ബ്രിട്ടീഷുകാർ കൈയടക്കി 1768. പിന്നെ ടിപ്പു സുൽത്താൻ വീണ്ടും അത് 1794 തിരിച്ചെടുത്തു. പിന്നെ എഗെയിൻ ബ്രിട്ടീഷ് റൂളിൻ്റെ അടിയിൽ വന്നു. അതായത് ടിപ്പു സുൽത്താൻ്റെ മരണത്തിനൊക്കെ ശേഷം ശ്രീരംഗപട്ടണത്ത് നടന്ന അദ്ദേഹത്തിനെ തോൽപ്പിച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്തു 1799. അത് കഴിഞ്ഞ് ഈ സുൽത്താൻ ബത്തേരി എ വാച്ച് ടവർ ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയതാണ് ടു കണ്ടെയ്ൻ ദ എൻട്രൻസ് ഓഫ് ബാറ്റിൽ ഷിപ്സ് ഓഫ് ദ എനിമീസ് ഇൻ ടു ദ ഗർപ്പർ റിവർ. ഒരു സിമ്പിൾ വാച്ച് ടവറാണ്, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു മിനിയേച്ചർ ഫോർട്രസ് പോലെ ഇരിക്കും. ഒരുപാട് മസ്കറ്റ് ഹോൾസൊക്കെ വെച്ചിട്ട് മൗണ്ടിങ് ഗൺസ് ഓൾ അറൗണ്ട്, ചുറ്റും പീരങ്കികൾ വയ്ക്കാൻ കണക്കാക്കിയിട്ട് മസ്കറ്റ് ഹോൾസൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു മിനിയേച്ചർക്ക് ഒരു കോട്ട പോലെയാണ് ഈ ഒരു വാച്ച് ടവർ അദ്ദേഹം പണിതത്. സുൽത്താൻ്റെ കാലം കഴിഞ്ഞിട്ട് ഈ ഭാഗമൊക്കെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. പിന്നെ ഇത് അവരുടെ കോട്ടയായി മാറി ദിസ് വാച്ച് ടവർ. ഒരു ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് കയറി വരുമ്പോൾ നമ്മൾ ഈ വാച്ച് ടവറിൻ്റെ മുകളിലേക്കാണ് കയറുന്നത്. യെസ്, ഭയങ്കര വ്യൂ ആട്ടോ എൻ്റെ മേളിൽ ചെല്ലുമ്പോൾ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശത്രു സൈന്യങ്ങളെ കാണാനും അവരിങ്ങോട്ട് കയറാതിരിക്കാനും ഒരു പ്രൊട്ടക്ഷനായിട്ടുള്ളൊരു വാച്ച് ടവറായിരുന്നു. സൂര്യനിപ്പോൾ അവിടെ ദിസ് ഇസ് ദ വാച്ച് ടവർ. ഒരു മിനിയേച്ചർ കോട്ട പോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ കാണുന്ന ഓപ്പണിങ്സ് എല്ലാം തന്നെ ക്യാനൻസ് വെക്കാനാണ്, പീരങ്കികൾ. ഇപ്പം നോക്കി എല്ലാം ആൾക്കാർ വന്നിട്ടേ ചുവരിലെല്ലാം പേരൊക്കെ കൊത്തി വെച്ച് നാശാക്കി. വാ, ഇവിടെ നോക്കുമ്പോൾ ഈ റിവർ കംപ്ലീറ്റ് കാണാം. അപ്പോൾ ഏതെങ്കിലും കടൽ മാർഗം റിവർ ക്രോസ് ചെയ്ത് ഇവിടെ ഏത് ശത്രുക്കൾ വന്നാലും എനി സോൾജേഴ്സ് വന്നാലും ഞാൻ നിൽക്കുന്ന സ്ഥലമൊക്കെ പീരങ്കി പോയിൻറ്റ്സാണ്. അവിടെ എല്ലാം നിന്നിട്ട് തുരുതുരെ ക്യാനൻസ് പ്രവർത്തിക്കും. പീരങ്കി പ്രവർത്തിച്ച് വെടിയുണ്ടകൾ ഇങ്ങനെ പാഞ്ഞു പോകും. അവരുടെ എന്തായാലും ബോട്ടിലോ കപ്പലിലോ ഒക്കെ വരുന്നത്, കപ്പലല്ല ബോട്ട്സാണ്, അതിനെ മറിച്ചിടും. അപ്പോൾ എങ്ങനെ വരും? ഇങ്ങനെ ഈ ഭാഗത്തേക്ക് വരും. മംഗളൂരിലേക്കുള്ള എൻട്രി പോയിൻ്റ് പോലെയാണിത്. നടക്കില്ല. സോ ദാറ്റ് വാസ് ദ ഇൻറ്റൻഷൻ ബിഹൈൻഡ് ദിസ്. അപ്പോൾ പിൽക്കാലത്ത് അത് ബ്രിട്ടീഷുകാർ തന്നെയാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ടിപ്പു സുൽത്താനെയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. അദ്ദേഹമല്ലേ ഇത് പണിതത്. ചരിത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ എത്ര ഡൈനാസ്റ്റിയിലൂടെ കടന്നു പോയതാണ് ഇതെല്ലാം. ഈ സ്ഥലവും മംഗളൂരും എല്ലാം ബ്യൂട്ടിഫുൾ അല്ലേ, ഓൾ ചരിത്രംസ്. അങ്ങനെ കുറേ കറക്കം എല്ലാം കഴിഞ്ഞു. ഇനി ഈ കാഴ്ചയും കണ്ടു. ഇനി തിരിച്ച് സിറ്റിയിലോട്ട് പോണു. സിറ്റിയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ സിറ്റി സെൻറ്ററിൽ നിന്ന് അത്രേ ഉള്ളൂ ഇവിടെ വരാൻ. ദിസ് സുൽത്താൻ ബത്തേരി വന്ന് കാണണം, രസമാണ്, പാർട്ട് ഓഫ് ഹിസ്റ്ററി. മാത്രമല്ല ഇവിടെ നിന്ന് നേരെ ഫെറി ബോട്ടൊരു എക്സ്പീരിയൻസാണ്. കടൽ ബ്യൂട്ടിഫുൾ ബീച്ചിൽ പോകാം, കുറേ സമയം സ്പെൻഡ് ചെയ്യാം, വെള്ളത്തിൽ ഇറങ്ങാം, കളിക്കാം, തിമിർക്കാം, ഭക്ഷണം കഴിക്കാം, എന്നിട്ട് തിരിച്ചു വരാം. നമ്മളിനി സിറ്റിയിൽ പോയിട്ട് കഴിക്കാൻ പോവാണ്. ഉടുപ്പി കഫേയിലേക്കാണ് പോകണേ. അങ്ങനെ തിരിച്ചിറങ്ങുന്നു സ്റ്റെപ്സ്. ഇനി നേരെ കയറുന്നു, സിറ്റി സെൻറ്ററിലേക്ക് പോകണു. മംഗളൂരു, പണ്ട് മംഗളൂരു എന്നാണ് പറയുന്നത്, ഇപ്പം മാംഗ്ലൂർ എന്ന് പറയുന്നത്. ഇതൊരു തുളുനാടാണ്, തുളുനാട്. ജസ്റ്റ് ഇവിടെ ഏറ്റവും കൂടുതലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ പല കമ്മ്യൂണിറ്റി ഉണ്ട്. തുളു ബ്രാഹ്മിൻസ് ഉണ്ട്, പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, കാത്തലിക്സ്. ഓക്കെ, കുറേ നല്ല പള്ളിയൊക്കെ ഉള്ള സ്ഥലമാണ്. എല്ലാവരും വളരെ കോർഡിയലായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്, മതമൈത്രിയോടുകൂടി. സോ ദിസ് ഇസ് അവർ കാർ. നമ്മൾ കാർ ഇടയ്ക്കൊന്ന് മാറ്റി, അല്ല AC വർക്കിംഗ് കുറവായതുകൊണ്ട് ഈ കാറാക്കി. ഉടുപ്പി കഫേ വെജ്. അതിൻ്റെ ഫ്രണ്ടിലെത്തി. ഇത് ഹോട്ടൽ സായി പാലസിൻ്റെ താഴെയാണ് കേട്ടോ, ഉടുപ്പി കഫേ. മേളിലോട്ട് ഇറ്റ്സ് എ ഹോട്ടൽ സായി പാലസ്. ടൗണിൻ്റെ ഏറ്റവും പ്രൈം ലൊക്കേഷനാണ്. സിറ്റി സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഷോപ്പിംഗ് മാൾസ് എല്ലാം അകത്താണ്.
hotel is famous for which items? Buns is there. Buns. Pav bhaji. Mangalore buns. Then what else? Goli bhaji. Goli bhajis. Third one? Dosa, tatta idli is there. Tatta idli. Amras puri is there. Amras. Amras puri. That will have. Mango, Oh, yes. Okay, then I'll have amras puri. Then goli bhaji. Buns. Buns. Mangalore buns. Goli bhaji. Yeah. Neer dosa. Nirdosha, yes. Nirdosha with what side dish? Neer dosa usually we give chutney and two types of chutney. Okay. Either you can buy this one. Ghee roast, mushroom ghee roast, or paneer ghee roast. Oh, side. No. With a good combination. But we'll have otherwise with the chutneys. Nirdosha. Okay. One neer dosa, one buns, one goli bhaji, and one amras. Yes, thank you. ഇവരുടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഒന്നും രക്ഷയില്ല. ഇവരുടെ പാവ് ഭാജി ഒക്കെ ഭയങ്കര നല്ലതാണ്, ഭയങ്കര മൂവിങ്ങാണ്. പക്ഷെ ഞാൻ ട്രഡീഷണൽ പോഷ് ആക്കിയിരിക്കണു. ഇത് പഴയ കട തന്നെയാണ് കേട്ടോ, ഉടുപ്പി കഫേ. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ ഏറ്റവും മൂവിങ് പണ്ട് തൊട്ടേ ഫേമസ് ആയിട്ട് ഞാനെപ്പോഴും ട്രഡീഷണൽ ഐറ്റംസ് കഴിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ബോട്ടിൽ അങ്ങനെ നോക്കുമ്പോൾ മാംഗ്ലൂർ ബൺസ് നമ്മൾ ഓൾറെഡി കഴിച്ചെങ്കിലും അത് ഓരോ കടയിലും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. മാംഗ്ലൂർ ബൺസ് പറഞ്ഞു, ഗോലി ബാജി അഗെയിൻ ഉടുപ്പി മാംഗ്ലൂർ സെക്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഗോലി ബാജി പറഞ്ഞു, പിന്നെ ആംറസ് പൂരി പറഞ്ഞു. പൂരി വിത്ത് മാംഗോ വെച്ചിട്ടൊരു ഷിർക്കണ്ട് പോലെ ഒരു സംഭവം കാണും, അതും ഭയങ്കര നല്ലതാണ്. അത് മാംഗ്ലൂർ സ്പെഷ്യലാണെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ റീജിയണലായിട്ട് ഇപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട്. ആൻഡ് നീർദോശ, അത് മാംഗ്ലൂരിൻ്റെ ഭയങ്കര സ്പെഷ്യൽ. അത് പിന്നെ എന്തെങ്കിലും ഇപ്പോൾ നോൺ വെജ് ആണെങ്കിൽ ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇവരിവിടെ പനീർ മഷ്റൂം ഗീ റോസ്റ്റ് അങ്ങനെ എൻ്റെ കൂടെ തരും. പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ ചട്നി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. യെസ് ദിസ് അടിപൊളി ഗോലി ബാജി. ഇത് ഗോലി ബാജി വളരെ സ്പെഷ്യലാണ്. മാംഗ്ലൂർ സ്പെഷ്യല്, ഉടുപ്പി സ്പെഷ്യല്. പൂരി വിത്ത് ആംറസ്, മാംഗോയുടെ ഇതാണ്, ആംറസിൽ മുക്കിയാണ് പൂരി കഴിക്കേണ്ടത്, സ്വീറ്റ്. യെസ്, ദിസ് ഇസ് ദ മാംഗ്ലൂർ ബൺ വിത്ത് സാമ്പാർ ആൻഡ് ചട്നി. നീർദോശ. ഓക്കെ, താങ്ക് യു. ടൊമാറ്റോ ചട്നി ആൻഡ് കോക്കനട്ട് ചട്നി. താങ്ക് യു. ഇതാണ് മാംഗ്ലൂർ സ്പെഷ്യൽ നീർദോശ. പന്നി പോലെയാണ് ഇരിക്കുന്നത് നീർദോശ. അതിൻ്റെ 2 ചട്നി. പൂരി വിത്ത് ആംറസ്, ദാറ്റ് ഇസ് മാംഗോയിലുണ്ടാക്കണം സാധനം ആംറസ്, അതിൽ മുക്കി കഴിക്കണം. ഗോലി ബാജി വിത്ത് കോക്കനട്ട് ചട്നി. ഇത് മാംഗ്ലൂർ ബൺ, സോഫ്റ്റ് പഫി ബൺ വിത്ത് റോബസ്റ്റ പഴവും മൈദയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. സാമ്പാർ ആൻഡ് ചമ്മന്തി. എങ്ങനെയുണ്ട്? അടിപൊളി. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. എനിക്ക് എന്താ ചെയ്യാൻ പോണെന്ന് നോക്കിക്കോളൂ. ഞാനൊരു പ്ലേറ്റിലേക്ക് 1 by 1 എടുക്കാം. ഗോലി ബാജി ചട്നി, ഹോട്ട്. ഇതിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാം. നല്ല ക്രിസ്പി ഔട്ട്സൈഡ്, അത് നോക്കിയാൽ നല്ല സ്പോഞ്ചിയാണ്. പെർഫെക്റ്റ് ഗോലി ബാജി. ഈ ഗോലി ബാജിയൊക്കെ കഴിച്ചിട്ട് എത്ര കാലമായി. ഇതെല്ലാം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, സിമ്പിൾ റെസിപ്പീസാണ്. എൻ്റെ പഴയ ഓർമ്മകൾ വരും മാംഗ്ലൂർ ഉടുപ്പി ട്രിപ്പിൻ്റെ ഫ്ലേവേഴ്സ്. ഇനി ഒരു നീർദോശ ആവാം. സെയിമാണ്. ഇത് ടൊമാറ്റോ ചട്നിയുണ്ട്, ആൻറ്റി തേങ്ങാ ചട്നി. ഇത് തൂവാല പോലെ കഴിക്കുന്ന നീർദോശ. നമ്മുടെ വീട്ടിൽ ദോശ ഇഡ്ഡലിയൊക്കെ നമ്മൾ ഉണ്ടാക്കില്ല, അതുപോലെയാണ് മാംഗ്ലൂർ ഭാഗത്തുള്ളവരുടെ ഒരു സ്ഥിരം സ്റ്റേപ്പിൾ ഐറ്റമാണ് നീർദോശ. അത് ഞാൻ നമ്മുടെ വ്ളോഗ്സിലൂടെ കാണിച്ചിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പി, എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ഭയങ്കര ലൈറ്റാണ്. ഇപ്പോൾ 4 ഫോൾഡ് ചെയ്താണ് വന്നിരിക്കുന്നത്, ട്രയാങ്കിളായിട്ട്. വാവ്, നൈസ്. നോൺ വെജിൻ്റെ കൂടെയും സൂപ്പറാണ് ഈ കോമ്പിനേഷൻ. പൂരി ആംറസ്. വാവ്, ഇപ്പം മാംഗോ സീസൺ കൂടെയാണ്. മൈ ഗോഡ്. പൂരി ഇങ്ങനെ സ്വീറ്റിൻ്റെ കൂടെ കഴിക്കുന്നതാണ് കോംബോ.
അമൃത്സറിൽ പോകുമ്പോൾ നമുക്ക് കേസരി പോലെ ഒരു കാര്യത്തിൻ്റെ കൂടെയല്ലേ പൂരി ഉണ്ടാക്കണം അവിടുത്തെ കഴിക്കാൻ തരുന്നത്. ബട്ടൂരാസൊക്കെ കേസരി വെച്ച് കഴിക്കില്ലേ, സൂപ്പർ കോമ്പിനേഷൻ. ഈ ഉടുപ്പി കഫേയിൽ ഇന്ന് സ്പെഷ്യൽ ഐസ്ക്രീം, പലതരം കുൽഫീസ് ഉണ്ട്. റബഡി കുൽഫി ഉണ്ട്, ചന്ദ്രകല മാങ്ങയുടെ കുൽഫി ഉണ്ട്, അയ്യോ ഗുലാബി കുൽഫി ഉണ്ട്, കേസർ കുൽഫി, അമേരിക്കൻ നട്ട്സ് കുൽഫി ഒന്നും രക്ഷയില്ല. അപ്പം മസ്റ്റ് ട്രൈ ആണ് മാംഗ്ലൂരിൽ വന്നാൽ ഈ ഉടുപ്പി കഫേ. മാംഗ്ലൂർ ബൺ ഇതിൻ്റെ ഉൾഭാഗം നോക്കിയാൽ നല്ല പൊള്ളയാണ്, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി, പുറമെ ഇങ്ങനെ ഇരിക്കുന്നേ അടിപൊളി. അടുത്ത ചട്നിയാണ്. the puris, puri with amrus, mango dessert. So, in the close. Amrusum, puri. Wow. എന്തൊരു കോമ്പിനേഷനാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുൽഫി കഴിക്കും. കുൽഫി കട്ട് ചെയ്ത് അങ്ങനെയാണ് തരുന്നത് കേട്ടോ കുൽഫി, അല്ലാതെ ഇങ്ങനെയല്ല. നൈസ്, അത് നന്നായി. സ്പെഷ്യൽ അമേരിക്കൻ നട്ട്സ് കുൽഫിയാണ്. നോർമലി കുൽഫി എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമല്ല, പക്ഷേ ഇത്ര ഐസ്ക്രീം കഴിച്ചിരുന്നു. ഇതൊരു 4-5 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എങ്ങനെ പോയാലും 2 കിലോമീറ്റർ കൂടും. ഞാനിപ്പോൾ കഴിച്ച എല്ലാ കാര്യങ്ങളും മസ്റ്റ് ട്രൈ ആണ് ഫ്രം ദിസ് ഉടുപ്പി കഫേ മാംഗ്ലൂർ. അതായത് മാംഗ്ലൂർ സിറ്റി സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ്, സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് മോളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സായി പാലസ്, ദാറ്റ്സ് എ ഹോട്ടൽ. അതിൻ്റെ താഴത്തെ ഫ്ലോറിലാണ് ഈ ഉടുപ്പി കഫേ. നല്ല പോഷായിട്ട് നല്ലതായിട്ടൊന്ന് ലൈൻ ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. പഴയ കടയാണ് ഉടുപ്പി കഫേ, അതിപ്പോൾ ഭയങ്കര റെനോവേറ്റ് ചെയ്ത് ഗംഭീരമാണ്. എല്ലാം നമ്പർ 1 ക്വാളിറ്റി, ടേസ്റ്റ് വൈസ് എവറിത്തിങ്. കുൽഫിയും ഒന്നും പറയാനില്ല. ദിസ് ഈസ് സ്പെഷ്യൽ അമേരിക്കൻ നട്ട്സ് കുൽഫി. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്യണം കേട്ടോ മാംഗ്ലൂർ വരുമ്പോൾ. പുറത്തോട്ട് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ കയറുമ്പോഴോ കാണുന്ന അവരുടെ സ്വീറ്റ്സ് കളക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കിയേ. പേട തന്നെ എത്ര തരം, ലഡു എത്ര തരം. എന്തൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു ഭക്ഷണമായിരുന്നു ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ തിരക്ക് നോക്കിയാൽ കാറുകൾ കൊണ്ട് നിറഞ്ഞു, ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു, രക്ഷയില്ല. ഇപ്പോൾ 7:30 മണിയായപ്പോഴത്തേക്ക് ഇവിടെ ഹൗസ് ഫുൾ. പിന്നെ ആൾക്കാർ വന്നു പോകും. ഇത്ര നല്ല ഭക്ഷണം കഴിച്ചിട്ട് എത്ര പൈസ ചെയ്യുന്നറിയുമോ? ജസ്റ്റ് 645 റുപ്പീസ്, 645 രൂപയുള്ളൂ. മനസ്സും വേറെ നിറയ്ക്കുന്ന കാഴ്ചയും ഭക്ഷണമായിരുന്നു. എന്തായാലും ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. ഇതൊരു ലെങ്തി വീഡിയോ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല മാംഗ്ലൂർ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കട്ടെ ഈ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ